ലൈഫ് എന്ന ഈ പഠന പരമ്പരയുടെ 140ാമത്തെ എപ്പിസോഡിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലോഗിൻ ചെയ്ത് ആകാംക്ഷയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഘാടകരുടെ പേരിൽ ഞാൻ സ്വാഗതവും സന്തോഷവും ആശംസിക്കുന്നു. ഇത് ഇത്രയും മുന്നോട്ട് പോയത് ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടാണെന്ന് നമുക്കറിയാം. ഇനിയും നമ്മൾ ദൈവത്തിൻ്റെ വലിയ നന്മയിലും കരുണയിലും ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം നമുക്കറിയാമല്ലോ, സഭാ ശുശ്രൂഷകളുടെ വെല്ലുവിളികൾ. വെല്ലുവിളി ഇല്ലാത്തൊരു മേഖലയില്ല എന്ന് നമുക്കറിയാം. ജീവിതം തന്നെ ഒരു വലിയ വെല്ലുവിളിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഒക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയം സഭയിലെ ശുശ്രൂഷകളിൽ നേരിടുന്ന വെല്ലുവിളികൾ വളരെ കാലത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രസക്തമായൊരു കാലിക പ്രസക്തമായിട്ടൊരു വിഷയമാണെന്ന് ഞാൻ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പാരാലിമ്പിക്സ് എന്ന് പറയുന്ന ഒളിമ്പിക് ഗെയിംസിനെ കുറിച്ച് നമുക്ക് ഒക്കെയും പരിചയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭിന്നശേഷിക്കാരായ ആളുകളുടെ അത്ലറ്റിക്സിലുള്ള കഴിവുകളെ പരിപോഷിപ്പിച്ച് അവയെ തേച്ച് മിനുക്കി മികവ് പുറത്തെടുക്കുവാൻ സഹായിക്കുന്ന ഒരു വേദിയാണല്ലോ അത്. അനുദിന ജീവിതത്തിൽ നിരവധി പരിമിതികൾ നേരിടുന്ന ആളുകളാണ് ഈ മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. പരിമിതികൾക്ക് മുകളിൽ തങ്ങളുടെ കഴിവുകളെ വയ്ക്കുവാനുള്ള അദമ്യമായ ആഗ്രഹമാണ് ഇവരെ പാരാലിമ്പിക്സിലേക്ക് എത്തിക്കുന്നത്. ജീവിതത്തിൽ വെല്ലുവിളികൾ ഇല്ലാത്തവരായിട്ട് ആരും കാണുകയില്ല. ഏർപ്പെട്ടിരിക്കുന്ന ജോലികളിൽ, വ്യക്തിബന്ധങ്ങളിൽ, പഠനത്തിൽ, അതുപോലെ മറ്റ് ഏത് മേഖലയിലും നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അതുണ്ടായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. സ്വാഭാവികമായും ക്രിസ്തീയ ശുശ്രൂഷകളിലും വെല്ലുവിളികൾ ഉണ്ടാവുക എന്നുള്ളത് സാധാരണ മാത്രമാണ്. എന്നാൽ അതിൻ്റെ മുമ്പിൽ നാം പതറിപ്പോകേണ്ട, പരാജയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എല്ലാ നാളിലും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവാണ് നമ്മുടെ ഒപ്പം ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് വെല്ലുവിളികൾ വലിയ വിളിയായി മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് സഭാ ശുശ്രൂഷകളിലെ വെല്ലുവിളികൾ? നമുക്കത് പരിശോധിക്കാം. പ്രിയ മനോജ് സെബാസ്റ്റ്യൻ സഹോദരൻ ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വിഷയം അവതരിപ്പിക്കുന്നതിനായി ഞാൻ പ്രിയ മനോജ് സഹോദരനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഈ ജീവനും ജീവിതവും എന്ന പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു വിഷയാവതരണത്തിനായിട്ട് എന്നെ വിളിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ കേട്ടതുപോലെ സഭാ ശുശ്രൂഷയിലെ വെല്ലുവിളികൾ, ചലഞ്ചസ് ഇൻ ദ ചർച്ച് മിനിസ്ട്രി എന്നതാണല്ലോ നമ്മളുടെ വിഷയം. എനിക്കറിയാം, എന്നേക്കാൾ സഭാ ശുശ്രൂഷകളിൽ പരിചയവും പക്വതയും ഒക്കെ ഉള്ള അനേകം ആൾക്കാർ ഇതിൽ എന്നെ കേൾക്കാനായിട്ടുണ്ട്. എന്നോടിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് എന്നോടിത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു കാരണം മാത്രമാണ് അതിന് സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നിയത്. വളരെ ചലഞ്ചസ്, വെല്ലുവിളികൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളതായിരിക്കാം അതിൻ്റെ ഒരു കാരണം. എങ്കിലും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന, എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള, മറ്റ് സഹോദരന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ളതും പൊതുവായിട്ട് വിലയിരുത്തിയിട്ടുള്ളതുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിഷയം തന്നെ സഭാ ശുശ്രൂഷയിലെ വെല്ലുവിളികൾ എന്ന് ചോദിക്കുമ്പോൾ കേൾവിക്കാരുടെ മനസ്സിൽ പല തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കാം. സഭാ ശുശ്രൂഷയിലെ എന്ന് വെച്ചാൽ എന്തൊക്കെ ശുശ്രൂഷയാണ്, ആരെയൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്, വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ ഓർക്കാം. അതിൻ്റെ അധികം കോംപ്ലക്സിറ്റിയിലേക്ക് പോകാതെ അത് പറയാം. സഭാ ശുശ്രൂഷകളെ എന്ന് പറഞ്ഞാൽ സഭയെ ശുശ്രൂഷിക്കുന്ന ഏവരും എന്ന ഒരു പൊതുവായ അർത്ഥത്തിലാണ് ഞാൻ അതിനെ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് മൂപ്പന്മാരാകാം, അപ്പോയിന്റഡ് ആയിട്ടില്ലാതെ മൂപ്പന്മാരായിട്ട് വേല ചെയ്യുന്നവരായിരിക്കാം, മുഴുവൻ സമയ വേല ചെയ്യുന്നവർ സഭാ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, മിഷണറിമാരായിരിക്കുന്നവർ സഭാ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അങ്ങനെ പല നിലയിൽ പല അളവിൽ അനേകം ആൾക്കാർ നമ്മളെല്ലാവരും
ഈ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. നമ്മൾ നേരിടുന്ന ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ്. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യങ്ങളെ കുറിച്ചല്ല, ഇമ്പോസിബിൾ ആയ കാര്യങ്ങളെ കുറിച്ചല്ല വെല്ലുവിളികൾ എന്ന് പറയുന്നത്. വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരവും സ്കിൽ വേണ്ടതും നിശ്ചയദാർഢ്യം ആവശ്യമുള്ളതുമായ ഉത്തരവാദിത്തങ്ങൾ അല്ലെ സാഹചര്യങ്ങളെ കുറിച്ചാണ് വെല്ലുവിളികൾ എന്ന് സാധാരണ നമ്മൾ പറയാറുള്ളത്. ആമുഖമായിട്ട് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വെല്ലുവിളികൾ എന്ന് പറയുന്നത് നേരത്തെ സ്റ്റീഫൻ സൗരൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും വെല്ലുവിളികളുണ്ട്. പഠനത്തിലുണ്ട്. ഉദാഹരണമായിട്ട് എടുത്താൽ ആ വെല്ലുവിളികൾ എല്ലാവർക്കും ഒരേപോലെയല്ല. ചില സബ്ജക്ട്സ് ചില ആൾക്കാർക്ക് വളരെ എളുപ്പമാണ്, എന്നാൽ മറ്റ് ചില സബ്ജക്ട്സ് ആയിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുക, അല്ലെങ്കിൽ വെല്ലുവിളി ഉള്ളതാകുക. അതുപോലെ തന്നെയാണ് ഈ സഭാ ശുശ്രൂഷകളിലും ഇതൊരു വളരെ റിലേറ്റീവ് ആയിരിക്കുന്ന, ആപേക്ഷികമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെല്ലുവിളിയായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ ആവണം എന്നില്ല മറ്റെല്ലാവർക്കും. മറ്റുള്ളവർക്കുള്ളതായിരിക്കണം എന്നില്ല എനിക്കുള്ളത് അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്കുള്ളത്. അതിലെ ഏറ്റക്കുറിച്ചുകൾ വരാം, വ്യത്യാസങ്ങൾ വരാം എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ ചുരുങ്ങിയ സമയത്ത്, ഈ 1 മണിക്കൂറിന്റെ സമയത്ത് നമുക്ക് സംസാരിക്കാവുന്ന, ഇനിയിപ്പോൾ 45 മിനിറ്റ് ആണല്ലോ, സംസാരിക്കാവുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട്. എന്നാൽ ആ പരിധിയിലുള്ളിൽ നിന്ന് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ മറ്റ് വെല്ലുവിളികളില്ല എന്നോ, ഞാൻ ഈ പറയാനായിട്ട് പോകുന്ന വെല്ലുവിളികൾ എല്ലാവർക്കും വെല്ലുവിളികളാണെന്നോ ഒന്നും അതിനർത്ഥമില്ല. അങ്ങനെയൊന്നും എടുക്കേണ്ടതായിട്ടില്ല. പൊതുവായിട്ടുള്ള ഒബ്സർവേഷൻസും ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില മേഖലകളിൽ എനിക്ക് പരാജയം വന്നിട്ടുള്ള മേഖലകളായിരിക്കാം, ഞാൻ ഒത്തിരി ഫേസ് ചെയ്തിട്ടുള്ള മേഖലകളായിരിക്കാം. ചില മേഖലകളിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും അത്ര അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ച മേഖലകളായിരിക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ അതിനെ കാണുവാനും പറയാനായിട്ടും ആഗ്രഹിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് സഭാ ശുശ്രൂഷ വെല്ലുവിളികൾ നിറഞ്ഞത് എന്ന് പറയുവാനായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സഭാ ശുശ്രൂഷയെ കുറിച്ച് അതൊരു വളരെ യുണീക്കായ ഒരു ഉത്തരവാദിത്വമാണ്, റോളാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകാനായിട്ട് സാധിക്കും. ഒന്ന് രണ്ട് മൂന്നെണ്ണം ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ ഉത്തരവാദിത്തത്തിൽ പല റോളുകൾ വിവിധ സമയങ്ങളിൽ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു ഉത്തരവാദിത്വമാണ് സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മൾ ബൈബിളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിലും, നമ്മുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഞാൻ പറയട്ടെ, ചില സമയത്ത് സഭാ ശുശ്രൂഷൻ ഒരു ടീച്ചറിന്റെ റോളിലാണ്. ബൈബിളിൽ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് അതിന് കാണാനായിട്ട് സാധിക്കും. ഒരു പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ഒരു ഉത്തരവാദിത്വം. എന്നാൽ ചില സമയങ്ങളിൽ സഭാ ശുശ്രൂഷൻ റോൾ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ റോളാണ്. നമ്മൾ 1 തെസ്സലോനിയൻ 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് ഒരു നേഴ്സിംഗ് മദർ, ഒരു കുഞ്ഞുങ്ങളെ ഓമനിക്കുന്ന ഒരു അമ്മയുടെ പിക്ചർ കൊടുത്ത് ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് പൗലോസ് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ തന്നെ തൊട്ടടുത്ത വാക്കുകളിൽ ഒരു പിതാവിന്റെ പിക്ചർ കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പേരന്റൽ റോളിൽ സഭാ ശുശ്രൂഷന്മാര് നിർവഹിക്കേണ്ടതായിട്ട്, ആ റോളുകൾ നിർവഹിക്കേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഷെപ്പേർഡ്, ഒരു ഇടയന്റെ റോളുകൾ ചില സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ റോള് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും. ഒരു കൗൺസിലർ റോള് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ശുശ്രൂഷകളൊക്കെ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. ഒരു സഹോദരനെ സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കേണ്ടതോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരാളുടെ കൂടെ നിൽക്കേണ്ടതോ, അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. അപ്പം ഒരേ സമയത്ത് തന്നെ പല റോളുകൾ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ചുരുക്കം ചില ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഇത് എന്ന് പറയാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ഞാൻ ചിന്തിച്ചത്, ജോലി സാധാരണ നമ്മൾ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സമയബന്ധിതമായിട്ടുള്ളൊരു ജോലിയാണ് സാധാരണ നമുക്കുള്ളത്. രാവിലെ 8 മണിക്ക് അല്ല 9 മണിക്ക് ജോലി തുടങ്ങിയാൽ 5 മണിക്ക് 6 മണിക്ക് ജോലിയൊക്കെ നിർത്തി നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു സഭാ ശുശ്രൂഷൻ റോൾ അങ്ങനെ സമയബന്ധിതമാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. 24 മണിക്കൂറും 24/7 എന്ന് നമ്മൾ പറയും.
ഏത് രാത്രിയായിരുന്നാലും നമ്മൾ ആവശ്യമാണെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്താനായിട്ട് നമുക്ക് സാധിക്കണം. പകലാണേലും എത്താണ്ടത് സാധിക്കണം. എനിക്ക് ലീവില്ല, ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, എനിക്ക് ലീവില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഏത് ക്രിട്ടിക്കൽ സമയത്തും, അത് ഏത് ക്രിട്ടിക്കൽ കാര്യത്തിലും ഏത് സമയത്തും അവൈലബിൾ ആകാൻ ഉത്തരവാദിത്തപ്പെട്ട, പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു സഭാ ശുശ്രൂഷകൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും ഒരു വ്യത്യസ്തമാക്കുന്ന, ഈ ഉത്തരവാദിത്വം വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് ആൾക്കാർ ഉൾപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു സഭയുടെ കോണ്ടെക്സ്റ്റില് പല തരത്തിലുള്ള ആൾക്കാരാണ് സഭയിലുള്ളത്. പല മെച്യൂരിറ്റി ലെവലുള്ള, പല ഭാഷയിൽ നിന്നുള്ള ആൾക്കാര്, പല സ്വഭാവത്തിലുള്ള ആൾക്കാര്, സെൻസിറ്റിവിറ്റിയിൽ വ്യത്യാസമുള്ള ആൾക്കാര്, അങ്ങനെ തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവങ്ങളും പ്രത്യേകതകളും ഒക്കെ നിലവാരവും ഒക്കെ ഉള്ള ആൾക്കാരെ ഉൾപ്പെട്ട ഒരു സമൂഹത്തെ ശുശ്രൂഷിക്കുന്ന ഒരു റോളാണ്. അത് ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണില്ല. അവിടെയൊക്കെ ഏകദേശം ആൾക്കാരെല്ലാം ഒരേപോലെ തന്നെയായിരിക്കും. എന്നാൽ ഇവിടെ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധിക്കില്ല. അതൊരു പ്രത്യേക കൃപ ആവശ്യമുള്ള ഒരു റോളാണ്, ഒരു പ്രത്യേക റോളാണ്, ഒരു ഉത്തരവാദിത്വമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ വ്യക്തികളുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ മാത്രമല്ല നിത്യതയോളം ഇമ്പാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റോളാണ് അത് എന്ന് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഈ ജോലി ചെയ്യുന്ന വ്യക്തികള് നമ്മളെപ്പോലെയുള്ള തികച്ചും ബലഹീനരായ ആൾക്കാരാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. ഇത്രത്തോളം വലിയ ജോലിയാണ്, വിവിധ തരത്തിലുള്ള റോൾ പ്ലേ ചെയ്യേണ്ടതാണ്, അവൈലബിൾ ആകേണ്ട ആൾക്കാരാണ്, വ്യത്യസ്ത സാഹചര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരെന്ന് പറയുന്നത് നമ്മളെപ്പോലെ ബലഹീനരായ ആൾക്കാരാണ് എന്നുള്ളത് അതിൻ്റെ വ്യാപ്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. അത് കൂടുതൽ ചലഞ്ചുള്ളതാക്കി തീർക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെക്കുറിച്ച് വിചാരിക്കും പോലെ അത്ര നല്ല സ്വഭാവമുള്ളവരല്ല നമ്മൾ എന്നുള്ളത് ആണ് ഒരു യാഥാർത്ഥ്യം. ഒത്തിരി ബലഹീനതകളും കുറവുകളും പരാജയങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് തന്നെ പറഞ്ഞല്ലോ, റോമാലേഖനത്തിലെ 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ എത്രയോ അരിഷ്ട മനുഷ്യൻ, ബട്ട് എ റിച്ചഡ് മാൻ എന്ന് പൗലോസിനെ കുറിച്ച് പറയുകയാണ്. അതിനേക്കാളൊന്നും യാതൊരു മെച്ചവും ഉള്ള ആൾക്കാരല്ല നമ്മളെ ശരിക്കും നമ്മളെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളെ ഒന്ന് പഠിച്ചാൽ എത്രയോ പരാജയപ്പെടുന്ന ബലഹീനരായ ആൾക്കാരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ ഞാൻ എന്താണ് വെല്ലുവിളികൾ, എന്താണ് ചലഞ്ചസ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് വന്നപ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയോ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ അതിനെ കാണാനായിട്ട് ശ്രമിച്ചു. ഇതിൻ്റെ ഒരു ഡയമെൻഷൻ, ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആസ്പെക്റ്റാണ്. അതായത് ഒരു സഭാ ശുശ്രൂഷയിൽ അതിന് ചലഞ്ചായിട്ട്, വെല്ലുവിളിയായിട്ട് വരുന്ന പുറമേ നിന്നുള്ള കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പെർസിക്യൂഷൻസ്, പീഡനങ്ങൾ, അതൊരു ചലഞ്ചാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേൽ കാര്യമായിട്ടുള്ള നിയന്ത്രണം ഉള്ള കാര്യങ്ങളല്ല. റെഗുലേറ്ററി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെ മാറ്റങ്ങൾ, നമുക്കത്ര ഫേവറബിൾ അല്ലാത്ത, അനുകൂലം അല്ലാത്ത നിയമങ്ങളൊക്കെ വരുന്നത് അതൊരു വ്യക്തമായൊരു ചലഞ്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പൊതുവെ നോക്കിയാൽ സമൂഹത്തിലുള്ള ധാർമ്മിക അധപതനം അത് നമ്മളെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതില്ല എന്ന് നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആംഗിൾ ഇതിനുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു സൈഡ് എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ആസ്പെക്റ്റ് ആണ്. അതായത് പലപ്പോഴും ഈ എക്സ്റ്റേണൽ, പുറമേ ഉള്ളതായിരിക്കുന്ന വെല്ലുവിളികൾ നിലനിൽക്കെ തന്നെ നമ്മളിൽ തന്നെ ഉള്ള വെല്ലുവിളികൾ വളരെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ അതിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ മറ്റു കാര്യങ്ങളിൽ
നമുക്ക് കാര്യമായ നിയന്ത്രണമുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്ന് മാത്രമല്ല, നമ്മൾ പുറത്തുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ, സഭാ ശുശ്രൂഷയിലെ വെല്ലുവിളികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ മിക്കവാറും ഒക്കെ കേൾക്കുന്നതൊക്കെ ഈ എക്സ്റ്റേണൽ ആയ കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മളുടെ ജീവിതങ്ങളെക്കുറിച്ചുള്ള, നമ്മുടെ ജീവിതത്തിലുള്ള വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ അങ്ങനെ കേൾക്കുന്നത് വളരെ ചുരുക്കമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഇന്റേണൽ വെല്ലുവിളികൾ, നമ്മൾ തന്നെ ഉള്ളതായിരിക്കുന്ന ചലഞ്ചസ്, അത് നമ്മളെ എങ്ങനെയാക്കുന്നു, അതുപോലെ തന്നെ നമ്മളുടെ സഭയെയും അത് ഗൗരവമായിട്ട് ബാധിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ ഒരിടത്ത് ഇങ്ങനെ വായിച്ചു, ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം, മലയാളത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. എ ബ്രീഫ് സർവേ ഓഫ് ചർച്ച് ഹിസ്റ്ററി വിൽ ഷോ us a consistent pattern that a church does not or will not advance beyond its leaders' spiritual progress എന്നാണ്. എന്ന് പറഞ്ഞാൽ, സഭാചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സഭയും അതിന്റെ നേതൃത്വത്തിന്റെ ആത്മീയ അവസ്ഥയേക്കാൾ മെച്ചമാകില്ല എന്നുള്ളതാണ് ചരിത്രം സാക്ഷിക്കുന്നത്, സഭാചരിത്രം കാണിച്ചു തരുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ഒരു ഒരു ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനത് പറയാനിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഈ ഒരു കാഴ്ചപ്പാടിൽ ഫോക്കസ് കൊടുത്തുകൊണ്ട്, നമ്മൾ ഒരു ഇന്റേണൽ ചലഞ്ചസിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആരെങ്കിലും ഇതെന്നാ പിന്നെ സഭാ ശുശ്രൂഷന്മാരെ കുറിച്ച് പറയുന്നില്ലേ, എനിക്കത് ബാധകമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഒരു സ്വയവഞ്ചനയാണ്, ഒരു ബലഹീനമായ ചിന്തയാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കട്ടെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബാധകമായ കാര്യങ്ങളാണ്. അതിന് വ്യത്യാസങ്ങളോ തടസ്സങ്ങളോ സംശയങ്ങളോ ഒന്നും ഉള്ളതല്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ഇതിനെ കാണാനായിട്ട് സാധിക്കില്ല. ഒരു സഭാ ശുശ്രൂഷകന് ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ, അതാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടതും വളരാനായിട്ട് ആഗ്രഹിക്കുന്നതും. സഭാ ശുശ്രൂഷകൾ ആൾക്കാർ വളരണം, അതുപോലെ മറ്റുള്ളവരും അത് മറ്റൊരാളുടെ ആണല്ലോ എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്താതെ അത് എനിക്കും വേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിൽ അതിനെ കാണുകയും അതിനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നമുക്ക് നല്ലത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വെല്ലുവിളികളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ചിന്തിച്ചതായിരിക്കുന്ന വെല്ലുവിളികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് വെല്ലുവിളികളാകണം എന്ന് നിർബന്ധമില്ല. ഒന്ന്, ഞാനൊരു 5 തലക്കെട്ടിലായിട്ട് പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമയക്കുറവ് കൊണ്ട് വളരെ പെട്ടെന്ന് അക്കമിട്ട് പറഞ്ഞു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വചന ശുശ്രൂഷ എന്ന മേഖലയാണ്. എനിക്കറിയാം, ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ അനേകർക്കും നെറ്റി ഒരുപക്ഷെ ചുളിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബൈബിളിൽ കാണുമ്പം അങ്ങനെ തന്നെ പറയുന്ന നമുക്ക് കാണാം. ഉദാഹരണമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ പറയുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ്, അതിലൊരു മേഖലയാണ് വചന ശുശ്രൂഷ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊരു പക്ഷേ വിചാരിക്കും, നമ്മൾ പല മേഖലകളിൽ പല സമയങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കാറില്ലേ? ക്യാമ്പുകൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ സൺഡേയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സൺഡേയിൽ മെസ്സേജുകളുണ്ട്, പല ഷെയറിങ്സ് ഉണ്ട്, അതുകൂടാതെ ബൈബിൾ ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെ വചനം പഠിക്കാനായിട്ട് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. ഈ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നതിനകത്ത് പല കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. ആ കാര്യങ്ങൾ എന്താണെന്നും അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു എന്ന് മനസ്സിലാകുമ്പോഴുമാണ് ഈ മേഖലയിലുള്ള വെല്ലുവിളിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിനെ ഒരു 4 മേഖലയായിട്ട് ഞാൻ അതിനെ ഇങ്ങനെ കാണുകയാണ്. ഒന്ന്, ദൈവവചന പഠനം. ഒരാൾ ദൈവവചനം പഠിപ്പിക്കണമെങ്കിൽ അദ്ദേഹം പഠിക്കണം, അദ്ദേഹം അതിനായിട്ടുള്ള കണ്ടെത്തണം. നമുക്ക് സമയത്തിനും ഒക്കെ പല ബുദ്ധിമുട്ടുകളും കുറവുകളും ഒക്കെ ഉണ്ട്, മറ്റു പല ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷകരൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ജോലി ഉണ്ടായിരിക്കും, കുടുംബമുണ്ട്, അവർക്ക് സഭയുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം സമയമൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. എന്തും പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഇല്ല.
ദൈവവചനത്തിനോട് പൂർണ്ണമായിട്ടും കൂറ് പുലർത്തി സത്യസന്ധമായിട്ട് വചനം പഠിച്ചെങ്കിലേ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാല് വളരെ അധ്വാനത്തോടു കൂടെ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു ജോലിയാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. എന്നാൽ അത് അവിടെ തീരുന്നില്ല എന്നുള്ളതാണ്. ദൈവവചനം പഠിച്ചിട്ട് അത് പഠിപ്പിക്കാൻ മാത്രം ആയ ഒരു അവസ്ഥയിലാണ് നമ്മെങ്കിൽ അതൊരു പക്ഷേ നമുക്ക് വളരെ അപകടകരമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം എല്ലാ ആഴ്ചകളിലും അങ്ങനെ സ്ഥിരമായിട്ട് വചനം പഠിപ്പിക്കുന്ന ഒരാൾക്കാർക്ക് ഒരുപക്ഷെ ഈ പഠനം എന്നുള്ളതൊരു യാന്ത്രികമായ ഒരു മേഖലയായി തീരുവാനായിട്ട് സാധിക്കും. അങ്ങനെ പോകാനായിട്ടുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷയിലുള്ള ആൾക്കാർക്ക് അത് വളരെ കൂടുതലാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ മറന്നുപോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ വെല്ലുവിളി. ദൈവവചനം പഠിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് നമ്മളുടെ ജീവിതത്തിൽ അനുസരിക്കുവാൻ, ഫോർ അവർ ഇൻഫർമേഷൻ ബട്ട് ഫോർ അവർ ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മളുടെ ബുദ്ധിതലത്തിൽ കുറെ അറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അതാണല്ലോ നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളത് മറന്നു പോകുന്ന അപകടകരമായ ഒരു മേഖലയാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കൊണ്ടും ആയിരിക്കുന്നില്ല, നമ്മൾ അത് പഠിപ്പിക്കണം. ഒരു പ്രസംഗം നമ്മൾ പ്രസംഗിച്ചു, ആൾക്കാർ പറഞ്ഞു നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത് ഒരു നല്ല ഒരു പഠിപ്പിക്കലായി എന്ന് അതിന് അർത്ഥമില്ല. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് അത് വളരെ പ്രധാനപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഒരു സഭയുടെ കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ അത് എടുക്കുമ്പോൾ അത് വളരെ ശ്രമകരമായ ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സഭ എന്ന് പറയുന്നത് പല തരത്തിലുള്ള, പല ബാക്ക്ഗ്രൗണ്ടിലുള്ള, പല നിലകളിലുള്ള, പല ഭാഷയിലുള്ള ആൾക്കാരൊക്കെ ഉൾപ്പെട്ടതായിരിക്കുന്ന ഒരു കൂട്ടമാണ്. അതിനകത്ത് ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് ഏതാനും മാസങ്ങളായ ആൾക്കാരുണ്ടായിരിക്കും, 10, 20, 30 വർഷങ്ങളായിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുള്ള ആൾക്കാരുണ്ടായിരിക്കും, കൾച്ചറൽ ഡിഫറൻസസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം അവരെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂരിന്റെ കോണ്ടെക്സ്റ്റിലൊക്കെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ നേരിടുന്നൊരു ചലഞ്ച് ആണ് അത് എന്നൊരു യാതൊരു സംശയവുമില്ല. ചില വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു ക്ലാസ്സിനോട് ഒരു ഗ്രൂപ്പിനോട് ഒരുപക്ഷെ 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കാവുന്ന ഒരു കാര്യം മറ്റൊരു ഗ്രൂപ്പിനെ പഠിപ്പിക്കാനായിട്ട് ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കേണ്ടത്. 1 മണിക്കൂർ ഒരു ക്ലാസ് പഠിപ്പിച്ചു കഴിയുമ്പോൾ എന്താണെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർക്കത് പറയാനായിട്ട് സാധിക്കാത്ത അവസ്ഥ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഓരോരുത്തരുടെ അവസ്ഥയും അവരുടെ കപ്പാസിറ്റിയും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ലെവൽ ഓഫ് മെച്യൂരിറ്റിയും ഒക്കെ മനസ്സിലാക്കി എല്ലാവരെയും ഇത് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെ വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇനി നാലാമത്തതാണ് അതിനേക്കാൾ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ റിസിപ്പിയന്റ് ഗ്രൂപ്പിന്റെ അവസ്ഥ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പ്രസംഗിക്കുകയാണല്ലോ, നമ്മൾ പ്രസംഗിച്ചാലല്ല ദൈവം വചനം പഠിപ്പിച്ചാൽ കേൾവിക്കാർ എത്രത്തോളം ശ്രദ്ധിച്ച് അതിനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത ഗൗരവമായൊരു കാര്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഈ ഒരു ആത്മീയ ഗോളത്തിലുള്ള ഒരു മന്ദത ഈ വചന ശ്രദ്ധിക്കുന്നതിലും വചനം പഠിക്കുന്നതിലും വചനം സ്വീകരിക്കുന്നതിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് അറിയാം. പലപ്പോഴും ഇന്ന് ഇങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മളുടെ ഒരു ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ മറ്റു പല ക്രിസ്തീയ ഗ്രൂപ്പുകളെ പോലെയും ഒരു സൺഡേ ക്രിസ്ത്യൻ ഗ്രൂപ്പ് എന്ന നിലയിലായി പോകാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ സൺഡേ നമ്മൾ പോകുന്നു, നമ്മൾ കേൾക്കുന്നു, മിക്കവാറും ഒക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പം മൊബൈൽ മാത്രമായിട്ടായിരുന്നു. മൊബൈല് നോക്കി അങ്ങനെ ഇരിക്കുന്നു. മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ അടുത്ത് വേറൊരു വാട്സപ്പ് മെസ്സേജ് വരുന്നു. വേഗം ആ വാട്സപ്പ് മെസ്സേജ് നോക്കുന്നു. അപ്പോൾ അതിന് ഉത്തരം കൊടുക്കണം, അതിന് ഉടനെ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ആ മെസ്സേജ് അടുത്തുള്ള ആൾക്കാർക്കൊന്ന് ഫോർവേഡ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ അടുത്തുള്ള ആൾക്കാർക്ക് അത് ഫോർവേഡ് ചെയ്യുന്നു. അത് പറഞ്ഞ് അവർ ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വചനമൊക്കെ പഠിച്ച് 1 മണിക്കൂർ ക്ലാസ് അല്ലെങ്കിൽ 45 മിനിറ്റ് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പം
ഇവരുടെ ഇവരുടെ മനസ്സിലേക്ക് ചെന്നതോ ആയിട്ട് പറയാനായിട്ട് കാര്യമായിട്ട് ഒന്നും ഉണ്ടാകില്ല. അപ്പൊ എന്ന് പറഞ്ഞാല് ആ സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സ് എന്നുള്ളത് കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അങ്ങനെ ഒരു ശ്രദ്ധയും അതിനുള്ള പ്രാധാന്യമില്ല. നോട്ട്ബുക്കുകളൊക്കെ ആയിട്ട് ഒരു ബൈബിൾ ക്ലാസ്സിന് വരിക, അല്ലെങ്കിൽ ഞായറാഴ്ച വരിക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ ചെറിയ ആൾക്കാര് മാത്രമായിട്ട് നമ്മൾ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കലും ഞാനിങ്ങനെ ചോദിച്ചു, ബൈബിൾ ക്ലാസ് കേട്ടിട്ട് ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഇന്ന് ബൈബിൾ ക്ലാസ് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബൈബിൾ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്ന് ഞാൻ ഓഡിയൻസിനോട് ചോദിച്ചു. ഉത്തരം പറയാനായിട്ട് ഞാൻ നിർബന്ധിച്ചില്ല, എങ്കിലും അതിനുള്ള ഉത്തരം ഏകദേശം വ്യക്തമായിരുന്നു. അങ്ങനെയുള്ള ഒരു ചിന്തയില്ല. ഏതെങ്കിലും മേഖലകളിൽ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരണം എന്ന് ചിന്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടോ? അങ്ങനെ മേഖലകളൊന്നും നമ്മുടെ ചിന്തയിലോ നമ്മുടെ പ്രാർത്ഥനയിലോ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയോ ഗൗരവമുള്ളൊരു മേഖലയാണ് ഈ ശ്രദ്ധയോടുകൂടിയ ദൈവവചന പഠനം. അത് സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സ് ഉള്ള ആൾക്കാർ ഒരു ചെറിയ പേഴ്സൻറ്റേജ് ആണെങ്കിൽ ഓരോ 2 or 3 തലമുറ കഴിയുമ്പോഴത്തേനും എത്രയോ അപകടകരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇതൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവവചന പഠനം എന്നുള്ളത് ഈ എല്ലാ മേഖലകളിലും, ഞാൻ പറഞ്ഞ എല്ലാ മേഖലകളിലും, അത് പഠനവും അതിൻ്റെ പഠിക്കുന്നവർ അതിൻ്റെ പ്രായോഗിക ആപ്ലിക്കേഷൻ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതും മറ്റുള്ളവരെ എഫക്റ്റീവായിട്ട് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പഠിപ്പിക്കുകയും ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർ അത് താല്പര്യത്തോടു കൂടി കേട്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് നമ്മളുടെ വചന പഠനം മാറിയില്ലെങ്കിൽ അത് വളരെ ഗൗരവമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയല്ല എന്നുള്ളത് വളരെ ചലഞ്ചാണ്. അങ്ങനെ ആക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതൊരു മേഖല അതിനോട് ചേർത്ത് നമ്മൾ വായിച്ച കാര്യമാണ് പ്രാർത്ഥന. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതിൽ വലിയ കഥയില്ലല്ലോ. പ്രാർത്ഥന അപ്പോസ്തലന്മാര് അവിടെ പറയുന്നത് അങ്ങനെയാണ്, പ്രാർത്ഥനയ്ക്കും ദൈവവചന ശുശ്രൂഷയിലുമാണ്. അതും നമ്മൾ വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തു ആകട്ടെ അപ്പോസ്തലന്മാരാകട്ടെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിബേറ്റ് ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ. ഞാൻ വിചാരിക്കുന്നു യേശുക്രിസ്തുവിന്റെ മാതൃകയും സുവിശേഷങ്ങളിൽ നോക്കി കണ്ടാലും അപ്പസ്തോല പ്രവൃത്തികളും ലേഖനങ്ങളും കൂടെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ഒരു ഡിസ്കഷന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ഒരുപക്ഷെ ആവശ്യമായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സൂചിപ്പിക്കുന്നതാണ്. പൗലോസ് അപ്പോസ്തലന്റെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രത്യേക സമയങ്ങളിലൊക്കെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ട് സമയം വേദനിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടല്ലേ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ, പൗലോസൊക്കെ എഴുതുന്ന ലേഖനങ്ങൾ അങ്ങ് വായിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയാണ്, എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് റെഗുലറായിട്ട് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതും പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതായിട്ടാണല്ലോ അങ്ങനെ. എന്നാലും നമ്മളുടെ ഇന്നത്തെ ഇതില് പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സഭാ മീറ്റിങ്ങുകളിൽ ഏറ്റവും കുറച്ച് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാറുള്ള മീറ്റിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് പ്രാർത്ഥനാ മീറ്റിംഗ് ആണ്. ഏറ്റവും കുറച്ച് ആൾക്കാർ വരുന്ന മീറ്റിംഗ് പ്രാർത്ഥനാ മീറ്റിംഗ്. അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള മേഖല എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ വളരെ പ്രകടമായ വ്യത്യാസം ഈ നാളുകളിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്കങ്ങനെ ക്യാമ്പുകളൊക്കെ ഒത്തിരി ഉണ്ട്. പ്രാർത്ഥിക്കാനായിട്ടുള്ള മീറ്റിങ്ങുകൾ, പ്രാർത്ഥനാ ക്യാമ്പുകൾ, ദൈവവചന പഠന ക്യാമ്പുകളൊക്കെ നമുക്ക് ധാരാളം ഉണ്ടെങ്കിലും പ്രാർത്ഥനാ ക്യാമ്പുകൾ നമുക്കുണ്ടില്ല. അങ്ങനെയുള്ള ഇല്ല എന്ന് പറഞ്ഞെന്ന് എൻ്റെ അർത്ഥം വെച്ചാൽ ഒരിടത്തും ഇല്ല എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കുറവാണ്. അതിനുള്ള പ്രാധാന്യം കുറഞ്ഞു പോകുന്നു എന്നുള്ള ഭയം ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക, അങ്ങനെ വിചാരിക്കുക. എന്നാലും നമ്മളുടെ പ്രാർത്ഥനയുടെ കണ്ടന്റിൽ വളരെ വ്യത്യാസം ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളൊരു
നമ്മളുടെ പ്രാർത്ഥിക്കുന്ന സാധാരണ ഒരു ആവറേജ് പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകളോ വ്യക്തിപരമായ പ്രാർത്ഥനകളോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ചില മേഖലകൾ ഉണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നുമില്ല. നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ജോലിയും കുടുംബവും മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, വീട്, മറ്റ് സൗകര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചുറ്റിപ്പറ്റിയാണ്. അതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കുഴപ്പമില്ല. എന്നാൽ ബൈബിളിൽ നമ്മൾ പ്രാർത്ഥനകൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ എഫേസ്യ ലേഖനത്തിലും കൊളോസ്യ ലേഖനത്തിലും, ഞാനത് എടുത്ത് വായിക്കാനായിട്ട് ഇപ്പോൾ സമയം ചെലവഴിക്കുന്നില്ല, ഫിലിപ്പിയ ലേഖനത്തിലും റോമാലേഖനത്തിലും ഒക്കെ ഉണ്ട്, പലയിടത്തും വായിക്കുന്നുണ്ട്. അവിടെയുള്ള പ്രാർത്ഥനാവശ്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവശ്യങ്ങളും ഒരു ടേബിൾ ഫോമിലാക്കിയിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് കോമൺ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് 10% പോലും ഇല്ല എന്നുള്ളത് ഒരു ഗൗരവമായ പ്രശ്നമാണ്. കാരണം നമ്മളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മളുടെ പ്രാർത്ഥനയിൽ ഉള്ള നമ്മളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പൗലോസ് പ്രാർത്ഥിക്കുമ്പം ആത്മീയ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു, പ്രാഗൽഭ്യത്തോടെ സുവിശേഷം അറിയിക്കാനായിട്ട് കഴിയേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു, സഭയുടെ ഐക്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു, സ്നേഹത്തിൽ വേരൂന്നുവാനായിട്ട് വളരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ നിറവോളം വളർന്നു വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു, സഭ വിശദീകരണത്തിൽ വളരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പ്രാർത്ഥന ആവശ്യങ്ങളായിട്ട്, അല്ലെങ്കിൽ പൗലോസും ഒക്കെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായിട്ട് കാണുന്നത്. നമ്മൾ അങ്ങനെ ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമുക്കില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ കർത്താവ് തരുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കർത്താവ് തരുന്നുണ്ട്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ മേഖലകളിൽ ഉള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള ഏരിയയാണ്, അല്പം ചലഞ്ചായിരിക്കുന്ന ഏരിയയാണ് ഈ മേഖല എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് നമുക്ക് സ്ഥലമില്ല. പ്രാർത്ഥിക്കാതെ നമുക്ക് വളരുവാനായിട്ട് സാധിക്കില്ല. പ്രാർത്ഥിക്കാതെ നമ്മൾ ശുശ്രൂഷകൾ ചെയ്താൽ നമ്മൾ പലപ്പോഴും ശുശ്രൂഷകളുടെയൊക്കെ റിസൾട്ട് അസസ് ചെയ്യുന്നത് നമ്മൾ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ഫീഡ്ബാക്കിന്റെ ബേസിലൊക്കെയാണ് നമ്മളത് ചെയ്യാറ്. എന്നാൽ ശരിക്കും അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല. അതിന് എങ്ങനെയാണ് അതിന് ആത്യന്തികമായിരിക്കുന്ന ഗുണം വരിക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അതിന് റിസൾട്ട് വരുന്നത്, മാറ്റങ്ങൾ വരുന്നത്. നമ്മൾ എക്സ്റ്റേണൽ ആയിരിക്കും കാണുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അപ്പം അതും ഈ മേഖലയും ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു മേഖലയാണ്. ചലഞ്ച് നേരിടുന്നതായിരിക്കുന്ന, അനുഭവിക്കുന്നതായിരിക്കുന്ന ഒരു മേഖലയാണ്. അത് ശുശ്രൂഷകന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ചും അതുമാത്രമല്ല പൊതുവായ സഭയുടെ മേഖലയെ സംബന്ധിച്ചും നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതിലുള്ള പരാജയം ഒരുപക്ഷെ വ്യക്തമാണ് എന്ന് നമുക്ക് കാണാം. നമ്മൾ ഒരു ഇൻട്രോസ്പെക്റ്റീവ് വ്യൂവിൽ അതിനെ കണ്ടാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മളുടെ ഒരു ചലഞ്ചാണ്. അത് നമ്മളെ പരാജയത്തിലേക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നതായിരിക്കുന്ന, റിസൾട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ മൂന്നാമത്തെ മേഖലകളിലേക്ക് പോകട്ടെ. മൂന്നാമത്തെ ഒരു മേഖലയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ബിൽഡിംഗ് ബിബ്ലിക്കൽ ലീഡർഷിപ്പ്. സഭയ്ക്ക് നേതൃത്വത്തെ പണിയുക എന്നുള്ളത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇങ്ങനെ ഒരിടത്തിങ്ങനെ വായിച്ചു, ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കട്ടെ. ഇൻവെസ്റ്റിംഗ് ഇൻ ഫ്യൂച്ചർ ലീഡേഴ്സ് ഈസ് നോട്ട് ആൻ ഓപ്ഷണൽ ടാസ്ക് ഇൻ ദ ചർച്ച്. It is most important thing we can do to ensure the church thrives. ഭാവി നേതൃത്വത്തെ വളർത്തിയെടുക്കുക എന്നത് ഓപ്ഷണൽ ആയിരിക്കുന്ന, വേണമെങ്കിൽ ചെയ്യാമാവുന്ന തരത്തിലുള്ളൊരു കാര്യമല്ല, മറിച്ച് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നാളെ സഭയെ നയിക്കേണ്ടത് ഇന്ന് നമ്മൾ വളർത്തിയെടുക്കുന്ന ആൾക്കാരാണ്. ഇന്ന് ലീഡർഷിപ്പിലേക്ക് വളർത്തിയെടുക്കുന്ന, അതിന് വിളിയുള്ള, അതിന് സമർപ്പണമുള്ള, അതിന് അധ്വാനിക്കാനായിട്ട് മനസ്സുള്ള ആൾക്കാരെ ഒരുക്കിക്കൊണ്ട് വന്നെങ്കിലേ നാളെ അങ്ങനെ അത് എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ ഇപ്പോഴുള്ള നേതൃത്വത്തിലുള്ള ആൾക്കാരങ്ങ് മാറിയിട്ട് തനിയെ വരും എന്ന് ചിന്തിക്കുന്നതിൽ ഒരു യുക്തിയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ബൈബിളിൽ നോക്കിയാലും കർത്താവിന്റെ ജീവിതത്തിലും, കർത്താവ് ചെയ്ത ശുശ്രൂഷ കാലത്തും, അതുപോലെ പൗലോസിന്റെ കാര്യത്തിലും ഒക്കെ ലീഡർഷിപ്പിനെ വളർത്തിക്കൊണ്ട് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും.
വളരെ വ്യക്തമായിട്ട് പറഞ്ഞും പഠിപ്പിച്ചും എല്ലാ മേഖലകളിലും ട്രെയിനിങ്ങും കൊടുത്തും ഒക്കെ കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവരെ പഠിപ്പിക്കുന്നപ്പോൾ തീത്തോസിനെയും തിമോത്തിയോസിനെയും ഒക്കെ പറയുമ്പോൾ നീ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇനി ഇന്ന കാര്യങ്ങൾ നീ ചോദ്യം ചെയ്യപ്പെടുവാനായിട്ട് പാടില്ല, ഇന്ന ഇന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം, നീ ആരോഗ്യത്തെ അവരെ സൂക്ഷിക്കണം, എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ച് അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വിഷൻ ഉണ്ടാവണം. അതൊരു ചലഞ്ചിങ് ഏരിയ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു വിഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൊതുവെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമാണുള്ളത്. എന്നാൽ ചില സ്ഥലത്തൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സഭയുടെ നേതൃത്വത്തിലുള്ളവർ പ്രത്യേകിച്ച് അതിനായിട്ട് അങ്ങനെ അധ്വാനിക്കുന്നതും അങ്ങനെ ആൾക്കാരെ കണ്ടെത്തുന്നതും അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതും അവരെ ഉത്സാഹിപ്പിക്കുന്നതും അവര് ഒന്നുകിൽ അവിടെ തന്നെ നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി പല സ്ഥലങ്ങളിലായിരിക്കും, സ്ഥലങ്ങളിലെ ദൈവവേലയിലായിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പലയിടത്തും അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളതും സത്യമാണ്. ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു കാഴ്ചപ്പാട് ഇവിടെ ഉള്ളത്, ഒരു ചിന്തയുള്ളത്, ഞങ്ങൾ എത്രത്തോളം അതിനകത്ത് സക്സസ് ആയി എന്ന് പറയുന്നില്ല എങ്കിലും ഒരു 2 ലെവലെങ്കിലും ലീഡർഷിപ്പിനെ സഭയുടെ നേതൃത്വത്തിലേക്ക്, സഭയുടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ ട്രെയിൻ ചെയ്യണം, അവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം എന്നൊരു ചിന്തയിലാണ് ഞങ്ങൾ ഉള്ളത്. അപ്പൊ നമ്മൾ മാറിപ്പോയതിന് ശേഷം ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുകയല്ല. നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ളവരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം, അവർക്ക് വേണ്ടി അധ്വാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, അവരെ പ്രൊജക്റ്റ് ചെയ്യുവാനായിട്ട് നമ്മളെ സാധിക്കണം, അവരെ കറക്റ്റ് ചെയ്യുവാനായിട്ട് നമ്മളെ സാധിക്കണം, അവർക്ക് അവസരങ്ങൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, അവര് ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുവാൻ നമ്മളെ സാധിക്കണം. നമ്മളെക്കാൾ ഏറെ, ഇങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ, നമ്മളെക്കാൾ ഇപ്പോൾ ഉള്ള ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെക്കാൾ നല്ലവരായി, അവരെക്കാൾ പ്രാപ്തിയോടും സമർപ്പണത്തോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് വേണ്ടത്. അതിൽ സന്തോഷിക്കാനായിട്ടാണ് നമുക്ക് സാധിക്കേണ്ടത്. നമ്മളെക്കാൾ അത്രത്തോളം എത്തില്ല, ഒരടി താഴെയാണെങ്കിൽ ഓരോ പ്രാവശ്യവും മാറി ഓരോ ലീഡർഷിപ്പ് വരുന്തോറും ഒരടി താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിന്റെ നിലവാരം കുറഞ്ഞു പോവുകയാണ്. പക്ഷെ മറിച്ച് അങ്ങനെയല്ല, നമ്മളെ കഴിവും സമർപ്പണമുള്ളവരെ കണ്ടെത്തുവാനായിട്ടും അവരെ ഉത്സാഹിപ്പിക്കുവാനായിട്ടും അവരെ ട്രെയിൻ ചെയ്യുവാനായിട്ടും നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്തെങ്കിലാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ഈ ഒരു ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ടും, ഈ സഭയുടെ ഉത്തരവാദിത്വങ്ങൾ അടുത്ത തലമുറയിൽ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ടും സാധിക്കുകയുള്ളൂ. അത് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ഓരോ സഭയും ഓരോ ശുശ്രൂഷന്മാരുടെയും മനസ്സിൽ ആക്റ്റീവായിട്ടുണ്ടായിരിക്കേണ്ടതായിരിക്കുന്ന ഒരു ഉദ്ദേശമായിരിക്കണം, ഒരു പ്രവർത്തനമായിരിക്കണം, ഒരു മേഖലയായിരിക്കണം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് കാണുവാനായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ. മറ്റൊരു മേഖല എന്ന് പറയുന്നത്, ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതായിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പാസ്റ്ററൽ കണക്ട്സ് എന്ന് ഞാൻ അതിനെ വിളിക്കുകയാണ്. പാസ്റ്ററൽ വിസിറ്റ്സ് എന്നോ മൂപ്പൻ വിസിറ്റ്സ് എന്ന് നമ്മളങ്ങനെ പറയാറില്ലല്ലോ. എന്ന് പറഞ്ഞാൽ വിശ്വാസികളുമായിട്ട് ക്ലോസ് കണക്ഷൻ വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ഇതിൽ നമ്മൾ വിശ്വാസികളെ കാണുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വന്നാൽ 10, 50, 60 വിശ്വാസികളുടെ ഒരു സഭയാണെങ്കിൽ അവരോടൊന്ന് എല്ലാവരോടൊന്ന് വർത്തമാനം പറയാൻ പോലുള്ള സമയം നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു ബൈബിൾ ക്ലാസ്സിന് വരുന്നത് 2, 3 സ്ഥലത്തൊക്കെ ബൈബിൾ ക്ലാസ്സിനൊക്കെ ആണെങ്കിൽ 10, 15 പേരായിരിക്കും ഒരുപക്ഷെ ബൈബിൾ ക്ലാസ്സിന് വരുന്നത്. അപ്പം നമുക്ക് അതുകൊണ്ടൊന്നും ഈ വിശ്വാസികളുമായിട്ട് ബന്ധം അടുത്ത് ഇടപെടുവാനും അവരെ മനസ്സിലാക്കുവാനും അവരുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കില്ല. അപ്പോഴാണ് ഈ പാസ്റ്ററൽ, ഞാൻ ആ വേർഡ് അങ്ങനെ ഒരു ഉപയോഗിക്കാൻ എളുപ്പമുള്ള വേർഡായിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയുകയാണ്, പാസ്റ്ററൽ വിസിറ്റ്സ് അല്ലെ പാസ്റ്ററൽ കണക്ട്സ്, വിശ്വാസികളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇതും പല മേഖലകളിലും ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഈ ശുശ്രൂഷന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ, ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ടും മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് ഈ വ്യക്തികളെ പോയി കാണുക, അവരോടുകൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളതൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, സഭയിലുള്ള വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് അവരെ പോയി കാണുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കുറച്ച് ദൂരം ഉണ്ടായിരിക്കും. ഈ തിരക്കിലും ഇത് കഴിഞ്ഞിട്ടും ജോലി കഴിഞ്ഞ് വന്നിട്ടും ഒക്കെ അവരെ പോയി കാണുക എന്നുള്ളതൊക്കെ വളരെ പലപ്പോഴും ശ്രമകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ അടുത്ത് നമ്മൾ പോയി
അവരുടെ അടുത്ത് പോകണം, അവരുമായിട്ട് ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളത് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതുവരെയും ഒരിക്കലും സഭയുടെ ശുശ്രൂഷകന്മാർ അല്ലെ മൂപ്പന്മാര് കൂടെ ചെന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് ഞാൻ ഇതുവരെ ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷേ ചെന്നിട്ടില്ല, കണ്ടില്ല, വന്നില്ല എന്നുള്ള കംപ്ലൈന്റുകളൊക്കെ പലപ്പോഴും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ പ്രത്യേക സമയങ്ങളിൽ, പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ ഈ ശുശ്രൂഷന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അസുഖം വരികയോ, അസുഖങ്ങളായിരിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുകയോ, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു പൊതുവായ ഒരു ഞായറാഴ്ച മീറ്റിങ്ങിലൊന്നും നമുക്കത് നേടുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ റെഗുലർ ആയിരിക്കുന്ന ഒരു വിശ്വാസികളെ മീറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന, അത് എത്തിപ്പെടുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു മേഖലയാണ്. അടുത്തൊക്കെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകാനായിട്ടൊക്കെ എളുപ്പമാണ്, ദൂരം ഉണ്ടായിരിക്കും. നമ്മൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പോവുക എന്നുള്ളതൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നടക്കാത്തൊരു കാര്യമാണ് എന്ന് ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ, ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഒരു സഹോദരനെ വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, സൗകര്യങ്ങൾ പറഞ്ഞു, മനോജ് ചേട്ടൻ വന്നിട്ട് ഇപ്പം ഇത്ര ദിവസമായി, ദിവസങ്ങൾ എണ്ണിയിട്ട് കൃത്യം ഇത്ര ദിവസമായി എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് വൈകിയായിരുന്നു പോയത്. സാധാരണ ഞാൻ മീറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി വൈകിയാണ് പോയത്. അപ്പം ഞാൻ അവരെ തെറ്റു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരത് പ്രതീക്ഷിക്കുന്നു, അതെന്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള നിലയിലാണ് അതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരാഴ്ച ചെല്ലാതെ അടുത്ത ആഴ്ച ചെന്നപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ എന്ന് ചോദിച്ചത് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. അപ്പം സഭയിലെ വിശ്വാസികളെ കാണുക, അതിന് സമയം കണ്ടെത്തുക, അവരുടെ അടുത്ത് ചെന്ന് സമയം ചെലവഴിക്കുക, അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ അറിയുക, അവരുടെ താല്പര്യങ്ങൾ, അവർ പഠിക്കേണ്ട വിഷയങ്ങൾ എന്താണെന്ന് അറിയുക, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വർദ്ധിക്കുക, അവരെ ആശ്വസിപ്പിക്കേണ്ട മേഖലകൾ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മേഖലകൾ പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ ഒരു ഇടയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജോലിയാണ്, ഒരു കാര്യമാണ്. അത് ചെയ്യുക എന്നുള്ളതും വെല്ലുവിളി നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യങ്ങളിൽ. എന്നാൽ അതിനൊരുപക്ഷെ ഒരുതരം ആശ്വാസം എന്ന് പറയുന്നത് പണ്ടത്തെക്കാളും ഒക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസമാണ്. ഇന്നൊരു വാട്സപ്പ് കോൾ വിളിച്ചാൽ മുഖത്ത് നോക്കിക്കൊണ്ട് നമുക്ക് ആളോട് സംസാരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ വളരെ ആശ്വാസമാണെങ്കിലും, നമ്മൾ പോയിട്ട് അല്ലെ അവർ വന്നിട്ട് നേരിട്ട് സംസാരിക്കുന്ന അത്രത്തോളം എഫക്റ്റ് അതിന് വന്നില്ല എങ്കിലും അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, വെല്ലുവിളി എന്ന് ഞാൻ അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നു. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇതൊക്കെ ഇഗ്നോർ ചെയ്യപ്പെട്ടു പോകുന്ന കാര്യമാണ്. അത് ബന്ധങ്ങളെ ബാധിക്കും, അവരുടെ ഉത്സാഹത്തെ ബാധിക്കും, നമ്മളുടെ സഭാ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തങ്ങളെ അത് ബാധിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ ഈ മേഖലകളിൽ പറയാം, ചുരുക്കമായിട്ട് ഞാൻ പറയട്ടെ. എന്നെ ഭയപ്പെടുത്തിയ അല്ലെങ്കിൽ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു മറ്റൊരു മേഖല എന്ന് പറയുന്നത് സഭാ ശുശ്രൂഷന്മാർക്ക് വേണ്ട ഒരു അൺക്വസ്റ്റ്യനബിൾ ക്യാരക്ടറാണ്, ഇന്റഗ്രിറ്റി ഇൻ ക്യാരക്ടർ, അല്ലെങ്കിൽ സ്വഭാവശുദ്ധി എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ. ഞാൻ അതിനെക്കുറിച്ച് ഈ തീത്തോസിന്റെ ലേഖനത്തിലും അതുപോലെ തിമോത്തിയോസിന് എഴുതുമ്പോഴും ഒക്കെ ക്വാളിറ്റീസ് ഒക്കെ പറയുമ്പം അതിനകത്ത് ഈ വചനം പഠിപ്പിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം അതിനകത്ത് ഉണ്ട്. അത് കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം കൂടെ നോക്കിയാൽ അതെല്ലാം സ്വഭാവത്തെ സംബന്ധിക്കുന്നതായ കാര്യമാണ്. ഒരു വലിയ ലിസ്റ്റാണ് ഈ രണ്ട് വേദഭാഗങ്ങളും പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ലിസ്റ്റാണ് എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതെല്ലാം സ്വഭാവത്തെ സംബന്ധിച്ചതാണ്. അത് ഒരിടത്തല്ല, അത് സഭയിലായാലും ശരി, അയൽവക്കക്കാരുടെ ഇടയിലായാലും ശരി, ജോലി സ്ഥലത്താണേലും ശരി, കുടുംബത്തിലാണേലും ശരി, എവിടെ ചെന്നാലും നമ്മളുടെ നേരെ വിരൽ ചൂണ്ടുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു സ്വഭാവശുദ്ധി നിലനിർത്തുക എന്ന് പറയുന്നത് എത്രയോ ശ്രമകരമായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും എനിക്ക് എന്നെ കുറിച്ച് പറയാൻ സാധിക്കും, എത്രയോ നമ്മൾ സംസാരത്തിൽ തെറ്റിപ്പോകുന്നു, ഇടപെടലുകളിൽ തെറ്റിപ്പോകുന്നു, നമ്മളുടെ തന്നെ സ്വാർത്ഥത നമ്മളെ സ്വാധീനിക്കുന്നതായ കാര്യങ്ങൾ. അങ്ങനെ എത്ര മേഖലകളിൽ എത്രത്തോളം ചലഞ്ചിങ് ആണ് എന്ന് അതിനെക്കുറിച്ച് ഞാൻ വിലയിരുത്തുവാനായിട്ട് ഇടയായി. ഞാൻ 2-3 മേഖലകൾ എടുത്തു പറയട്ടെ, ഒരു പക്ഷേ പ്രാധാന്യമുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കും. ഡിസിഷൻ മേക്കിംഗ് ഒരു മേഖലയാണ്. ഇങ്ങനെയാണല്ലോ ബ്ലെയിംലെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പലപ്പോഴും നമ്മളുടെ തീരുമാനങ്ങൾ നമ്മളുടെ തന്നെ സ്വാർത്ഥതയാൽ സ്വാധീനിക്കപ്പെട്ടു പോകുന്നതാണ്.
അതുപോലെ മറ്റുള്ളവരുടെ സ്വാർത്ഥതയാൽ അല്ലെങ്കിൽ അവരുടെ അവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ അതിനെ സ്വാധീനിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒക്കെ നമ്മളുടെ തീരുമാനങ്ങളെ അത് ബാധിക്കും. എന്നാൽ ഒരു സഭയെ സംബന്ധിക്കുന്ന മറ്റു വിശ്വാസികളെ സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനങ്ങളെ എത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കാനായിട്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഒരു ബലഹീനത പലപ്പോഴും നമ്മൾ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെ എടുക്കുന്നത് എന്നും, ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് വിചാരിക്കുന്നത് ഏറ്റവും ശരിയായ തീരുമാനമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. കാരണം ഞാനത് അറിയുന്നില്ല. ഞാൻ എൻ്റെ താല്പര്യത്തിലും എൻ്റെ സ്വാർത്ഥതയിലും എൻ്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളിലും ഒക്കെയാണ് അങ്ങനെ തീരുമാനം എടുക്കുന്നത്. അതൊരു വളരെ ചലഞ്ചാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ സഭയ്ക്കും അതുപോലെ വ്യക്തികളൊക്കെ സംബന്ധിച്ചാണ് വ്യക്തികൾക്കും ഏറ്റവും നന്മയായിരിക്കുന്ന തീരുമാനം എടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു മേഖലയാണ്. പലപ്പോഴും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാം, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഈ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളോ മറ്റ് ഇൻഫ്ലുവൻസോ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണമേ എന്ന് ഞാനും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മൂപ്പനും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള അനേക സന്ദർഭങ്ങളുണ്ട്. കാരണം അത് ഞങ്ങളങ്ങനെ സ്വാധീനിക്കപ്പെട്ടു പോകാനായിട്ടുള്ള ഒത്തിരി സാഹചര്യമുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങളുടെ മനസ്സിൽ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെയാണ് മറ്റ് കൂട്ടുമൂപ്പന്മാരുടെയും അല്ലെങ്കിൽ കൂട്ടു ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരുടെയും മുതിർന്ന സഹോദരന്മാരുടെയും ഒക്കെ സഹായം നമുക്ക് ആവശ്യമുള്ളത്. എന്ത് ഗൗരവമായിരിക്കുന്ന തീരുമാനങ്ങളാണേലും അത് വേറൊരാളോട് ഒന്ന് ചോദിച്ച് അവരുടെ ഉപദേശം കേൾക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ വെച്ച് അതിന് വില കൊടുത്ത് അത് കൺസിഡർ ചെയ്ത് അവർ പറയുന്നതല്ല സഹോദര അത് അത്ര ഒരു നല്ല ആലോചനയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അതിനേക്കാൾ നല്ല ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ സഹോദര ശരി അങ്ങനെ ചെയ്യാം എന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സും ഒരു സമർപ്പണവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിലേക്ക് പ്രതീക്ഷിക്കുന്ന സഭാ ശുശ്രൂഷയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും സഭയുടെയും വ്യക്തികളുടെയും ഏറ്റവും നന്മയ്ക്കായിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കണമെന്നുള്ളതാണല്ലോ നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഓഫീസിലാണെങ്കിൽ പോലും പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ക്രിട്ടിക്കലായിരിക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അത് വേറൊരാളോടും കൂടെ ചോദിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് ചോദിച്ച് അവരുടെ അഭിപ്രായമൊക്കെ അറിഞ്ഞ് തീരുമാനം എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കുന്ന തീരുമാനം എടുക്കാനായിട്ട് സഹായമാവും. അതുപോലെ തന്നെയാണ് ചർച്ചിൽ, അതിനേക്കാൾ ഏറെയാണ് ചർച്ചിൽ നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കുന്ന സഭയിലുള്ള മുതിർന്ന ആൾക്കാരോടൊക്കെ അഭിപ്രായം ചോദിച്ച്, കൂട്ടുമൂപ്പനുണ്ടെങ്കിൽ കൂട്ടുമൂപ്പനോട് ചോദിച്ച് വളരെ നിഷ്പക്ഷമായിട്ട് അതിനെ കാണാനായിട്ടും അതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് വരുന്നതെങ്കിൽ അത് ആ അഭിപ്രായം സ്വീകരിക്കാനായിട്ടുള്ള മനസ്സും ഒക്കെ ഉണ്ടായിരിക്കേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ചിന്തയിൽ പോലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് എന്ത് എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല, അതൊരു പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ, തീരുമാനമെടുക്കുന്ന ഒരു മനുഷ്യരാണല്ലോ എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉള്ളത്. പലപ്പോഴും അങ്ങനെ വളരെ ഹാർഷായിട്ട് സംസാരിക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നന്നാകുകയില്ല എന്ന് പറയുന്നതും ഗുണം വരില്ല എന്ന് പറയുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെട്ട ആൾക്കാരോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ശുശ്രൂഷയിലുള്ള ഒരു റോൾ എന്ന് പറയുന്നത് ഒരു പേരന്റൽ റോളാണ്. ഒരമ്മയും അപ്പനും എങ്ങനെയാണ് മക്കളെ കാണുന്നത് എന്നുള്ളത് പോലെ തന്നെയാണ് ഒരു മകനൊരു പ്രശ്നം വന്നാൽ, സിൽവാനോസിനൊരു പ്രശ്നം വന്നാൽ അവനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും, ആ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യും, അതിലുള്ള എൻ്റെ താല്പര്യം എന്താണ്, എൻ്റെ ഉദ്ദേശം എന്താണ്, എങ്ങനെ ഞാൻ അതിനോട് പ്രതികരിക്കും, അതുപോലെ തന്നെ പെരുമാറാനായിട്ട്, ഇടപെടാനായിട്ട്, കാര്യങ്ങളെ കാണാനായിട്ട്, തീരുമാനമെടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതൊരു ചലഞ്ചായിട്ടുള്ള ഏരിയ തന്നെയാണ്. മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റിയാണ് മറ്റൊരു മേഖല എന്ന് പറയുന്നത്. വളരെ രഹസ്യങ്ങൾ അറിയുന്ന ഒരു റോളാണ്. കുമ്പസാരക്കൂടിലിരിക്കുന്ന അച്ഛന് കേൾക്കുന്ന പോലെ സഭാ ശുശ്രൂഷകർ പലപ്പോഴും ഒത്തിരി രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അറിയുകയും ഹാൻഡിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. അതിനെ പൂർണ്ണ കോൺഫിഡൻഷ്യലായിട്ട് വിത്ത് കംപ്ലീറ്റ് കോൺഫിഡൻഷ്യാലിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുകയും അതിലുൾപ്പെട്ട വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തെറ്റുപറ്റുകയും അത് ആ വ്യക്തിയെ നശിപ്പിക്കും, സഭകളെ നശിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല നമ്മളുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുവാനായിട്ട് കാരണമാകും. അപ്പം ഈ ഒരു
ഒരു ഷെപ്പേർഡിങ് റോളിൽ നിന്ന്, ഒരു പേരന്റൽ റോളിൽ നിന്ന് അതിനെ കാണുവാനായിട്ടുള്ള ഒരു ഒരു ആവശ്യമാണ് നമുക്കുള്ളത്. അത് വളരെ ചലഞ്ചിങ് ആയ കാര്യമാണ്. നമ്മുടെ സ്വാർത്ഥതയെ മാറ്റി നിർത്തി ചിന്തിക്കുവാനായിട്ട് അത് സാധിക്കേണ്ടതാണ്. പലതരത്തിലുള്ള ഇഷ്യൂസ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ടുള്ള കേസുകൾ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് വരെ വേറൊരാൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. അവരോട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞ് ആ വ്യക്തി അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തു പോയി. ഇപ്പൊ ഏറ്റവും മിടുക്കനായിട്ട് ദൈവവേലയിലായിരിക്കുന്നത് എനിക്കറിയാം വേറൊരു സ്ഥലത്ത്. അങ്ങനെ തെറ്റായ ബന്ധങ്ങള്, ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ, അങ്ങനെ പലതും, ഇങ്ങനെയുള്ള വളരെ കോൺഫിഡൻഷ്യലായ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള വിവേകവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. മോറൽ ഇന്റഗ്രിറ്റിയാണ് വേറൊരു കാര്യം. അതിനെക്കുറിച്ചും നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ, എത്രയോ വലിയ നിലവാരമാണ് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരാൾക്കും അങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് അയ്യോ അങ്ങനെയാണല്ലോ, അങ്ങനെ ഞാൻ കേട്ടല്ലോ, അങ്ങനെ പെരുമാറിയത് ശരിയല്ലോ എന്ന് പറയാൻ അവസരം കൊടുക്കാത്ത വിധത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനമാണ്. അറിഞ്ഞോ അറിയാതെയോ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാനായിട്ട് വളരെ ആവശ്യമുണ്ട്. എന്നാൽ ഈ മേഖലകളൊക്കെ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നവരാണ് എന്നുള്ളത് അതിൻ്റെതായ കോൺസിക്വൻസ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെല്ലുവിളികൾ നിറഞ്ഞ കാര്യമാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ 5 മേഖലകളെ കുറിച്ചാണ് ചുരുക്കമായിട്ട് പറഞ്ഞത്. എൻ്റെ മനസ്സിൽ വന്നതും ഞാൻ ഫേസ് ചെയ്യുന്നതും മറ്റുള്ളവരിൽ നിന്ന് കേട്ടതുമായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഈ ശുശ്രൂഷയെ കുറിച്ച് മാത്രമല്ല കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാവരും ഈ ഇതിനെക്കുറിച്ച് അറിവുള്ളവരും ശ്രദ്ധിക്കുന്നവരും അത് ജീവിതത്തിൽ കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമാണ്. അതിനാണ് എല്ലാവരിൽ നിന്നും ദൈവവചനം ആവശ്യപ്പെടുന്നത്, പ്രതീക്ഷിക്കുന്നതായിരിക്കുന്ന കാര്യം. ആ കാര്യത്തില് സഭാ ശുശ്രൂഷകർ മുന്നിലായിരിക്കണം എന്ന് മാത്രം ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട്, കൺക്ലൂഷനായിട്ട് സൂചിപ്പിച്ചിട്ട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞാണ് ഈ പരിപാടി എന്തിനാ ചെയ്യുന്നത്, അങ്ങനെ ഒത്തിരി ആൾക്കാര് പിന്മാറിപ്പോകുന്നതായിട്ട് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ വായിക്കുവാനായിട്ട് ഇടയായി. കാരണം അത്രത്തോളം ഡിമാൻഡിങ് ആയിരിക്കുന്ന, അത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കുന്ന ജോലിയാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ആ ബാർ, ഇതിന്റെ ആ ക്രൈറ്റീരിയ നമ്മൾ താഴേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് നമ്മൾ കുഴപ്പമില്ല എന്ന് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ഉള്ളത്. ആ ദൈവവചനം വെച്ചിരിക്കുന്ന ബാർ നമ്മൾ കണ്ടാൽ പലപ്പോഴും അത് ഭയങ്കര വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലും അതിനിടയിൽ ആശ്വാസം നൽകുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1 പത്രോസ് 5:4 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് അതൊരു റിവാർഡിങ് കോൾ ആണ്. സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ വെല്ലുവിളികൾക്കിടയിലും വളരെ മാനിക്കപ്പെടുന്ന, ദൈവജനം മാനിക്കുന്നതായിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്, ഒരു റോളാണ്, ഒരു ശുശ്രൂഷയാണ് എന്നുള്ളത് നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഈ വെല്ലുവിളികളൊക്കെ ഉണ്ട്. അതിനിടയിലും മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇത് ദൈവത്താൽ സ്ഥാപിതമായ ഉത്തരവാദിത്തമാണ്, ദൈവം മാനിക്കുന്നതായ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചേർത്ത് ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ബലഹീനരായ ആൾക്കാരല്ലേ. അപ്പൊ നമ്മള് ദൈവത്തിന്റെ കൃപ തീർച്ചയായിട്ടും ഈ മേഖലകളിലുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ വാക്യങ്ങൾ ഞാൻ എടുത്ത് വായിച്ചില്ല, എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഞാൻ വായിച്ച 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് പറയുന്നത്, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്ന് പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന അടുത്തൊരു വാക്യം എന്ന് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്നാണ്. അത് എല്ലാവരെയും ബാധിക്കുന്നതായിരിക്കുന്ന, ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനയാണെങ്കിലും അത് തീർച്ചയായിട്ടും ഇടയനും ശുശ്രൂഷകർക്കും ഒക്കെ ആശ്വാസമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വലിയൊരു കൃപ യുടെ സോഴ്സ് നമുക്കുണ്ട്. നമ്മളെ സഹായിക്കുവാനായിട്ട് കർത്താവുണ്ട്. നമ്മളുടെ ബലഹീനതകൾ നമുക്ക് തുണ നിൽക്കുന്ന, പ്രയാസങ്ങളെ, വെല്ലുവിളികളെ ഓവർകം ചെയ്യുവാനായിട്ട് കഴിവ് നൽകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് വിശ്വാസികളെ, ഇത് സഭാ ശുശ്രൂഷകരെ സംബന്ധിച്ച് ഞാനത് പറയുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പിന്മാറിപ്പോകേണ്ടതായിരിക്കുന്ന, ഇത് കേട്ടിട്ട് പിന്മാറുകയല്ല ചെയ്യേണ്ടത്, വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ മറുവശം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് എന്ന് പറയുന്നത് സഭാ ശുശ്രൂഷകന്മാരെ, സഭാ ശുശ്രൂഷ ചെയ്യുന്നവരെ
അവരുടെ വേല ചെയ്യാനായിട്ട് മറ്റുള്ളവർ അനുവദിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോലിയാണ് അത്. അവർ പലപ്പോഴും അവരുടെ മറ്റു ജോലിയോടും മറ്റു കാര്യങ്ങളോടും കൂടെ ഒക്കെയാണ് ചെയ്യേണ്ടത്. അവർക്ക് മറ്റ് സപ്പോർട്ടുകളൊന്നുമില്ല. പലപ്പോഴും അവരൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ഇതിനിടയിലും ഇത് ചെയ്യുമ്പോഴും അതുപോലെ ഇതേപോലെ ബലഹീനരായ മനുഷ്യരാണ് അവരും. അവർക്ക് അങ്ങനെ തെറ്റാവരുമോ ഒന്നുമില്ല എന്നുള്ളതൊക്കെ ഓർത്ത് ആ ഈ വ്യക്തികൾക്ക് അവരുടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നും കൂടെ ഞാൻ ഈ സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, 13-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിൽ, അവർ ഞെരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനായിരിക്കും സഭയിലുള്ള സഹോദരന്മാരോട് വളരെ നന്ദിയുള്ളവരാണ്. ഞാൻ അവരോട് പറയാറുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ബലഹീനനാണ്, പലപ്പോഴും പല വിധത്തിലും കുറവുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ്. എന്നാൽ അവരുടെ ഒരു താങ്ങ്, ഒരു സപ്പോർട്ടീവ് ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. അങ്ങനെ ഒരു സപ്പോർട്ട് ശുശ്രൂഷകന്മാർ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും പലയിടത്തും അവരെ അങ്ങനെ മുള്ളേൽ നിർത്തിയിരിക്കുകയാണ്, അങ്ങനെ വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ഡിസിഷനെ മാനിക്കുകയില്ല, അവരെ ബഹുമാനിക്കുകയില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഇടയിലെയും ഈ ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കുന്നതൊക്കെ ഒത്തിരി കുറവാണ്. വളരെ സങ്കടമാണ്. മറ്റ് പല സുവിശേഷ വീത സഭകളെയും വെച്ച് നോക്കുമ്പോൾ നമ്മളെ കാര്യത്തിൽ ഒത്തിരി പിന്നിലാണെന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് എൻ്റെ പക്ഷം. എൻ്റെ ചിന്ത അങ്ങനെയാണ്. അവരെ ബഹുമാനിക്കുകയും അവരെ അവരുടെ ജോലി ചെയ്യുവാനായിട്ട് സഹായിക്കുകയും ചില കുറവുകൾ വരുമ്പം അതിന്റെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്യുക. സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കുക. ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമുക്ക് ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അവർ ചെയ്ത 100 കാര്യങ്ങളെ മറന്ന് ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ പലപ്പോഴും അങ്ങനെയുള്ള ക്രിട്ടിസിസം ഒക്കെ വരുന്നത്. എന്നാൽ നമ്മൾ 99 കാര്യവും അല്ലെങ്കിൽ 100 കാര്യവും ഓർത്തിരിക്കണം എന്നുള്ളത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കൂടിയേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയുവാനായിട്ട് ഞാൻ ഈ സമയം എടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. വെല്ലുവിളികൾ നിറഞ്ഞതാണ് സഭാ ശുശ്രൂഷ. അതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ല. അത് പുതിയ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കണ്ടെത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ മോശമാണ് നമ്മുടെ ചുറ്റുപാടും. മോശമുള്ള കാര്യമാണ്, മോശമുള്ള അവസ്ഥയിലാണ്. എന്നാൽ ദൈവിക കൃപയും കരുണയും നമുക്കൊപ്പമുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ദൈവകൃപയാൽ ഈ വെല്ലുവിളികളെ ഓവർകം ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ, വെല്ലുവിളികൾ എല്ലാവരുടെയും വെല്ലുവിളികളായിട്ട് എടുക്കേണ്ടതായിരിക്കുന്ന മേഖലകളാണ്. അതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. ആരും ഒരിക്കലും ഇത് സഭാ ശുശ്രൂഷന്റെ മാത്രമാണല്ലോ എന്ന് ചിന്തിക്കാനായിട്ട് ഇടവരുത്തരുത്. മറിച്ച് ഇത് എൻ്റെയും ഞാനും ആഗ്രഹിക്കുന്ന, ഞാനും കാക്ഷിക്കേണ്ട നിലവാരമാണ് ഇത് എന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവവചനത്തോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരിൽ നിന്നും ദൈവവചനം ആവശ്യപ്പെടുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒന്നിച്ചു നിൽപ്പാനും വെല്ലുവിളികളെ അതിജീവിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും നല്ല ദൈവവേല ചെയ്യുവാനും നമുക്ക് എല്ലാവർക്കും സഭകൾ ഒന്നാകെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു ക്ലാസ് സഭാ ശുശ്രൂഷയിലെ വെല്ലുവിളികളെ കുറിച്ച് കേട്ടത് ഒന്നുകൂടെ ഈ ശുശ്രൂഷ ചെയ്യുന്നവർക്കും ശുശ്രൂഷ അനുഭവിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനമാകും എന്ന് ഞാനങ്ങനെ വിചാരിക്കുകയായിരുന്നു. വെല്ലുവിളി ഒട്ടുമില്ലാത്തതല്ല സഭാ ശുശ്രൂഷ എന്ന് ആരെങ്കിലും ധരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. എന്നാൽ ഇത്രയും വെല്ലുവിളികൾക്ക് ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. എന്നാൽ നമ്മൾ കണ്ടത് ഇത് 5 മേഖല മനോജ് പറഞ്ഞു. ഈ 5 മേഖല മാത്രമേ വെല്ലുവിളികളായിട്ടുള്ളൂ എന്നും ചിന്തിക്കേണ്ട. വേറെയും മേഖലകൾ നമ്മൾ ചിന്തിച്ചാൽ തിരുവചനം പരിശോധന കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും ഈ 5 മേഖലകൾ ഒട്ടും ചെറുതല്ല എന്നുള്ള കാര്യം നമുക്ക് ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ.